ഇപ്പോൾ 100 മണിക്കൂർ 110 മണിക്കൂറിൽ പിന്നിടുകയാണ് അർജുനെ കാണാതായിട്ട്. കുടുംബാംഗങ്ങളുടെ ആശങ്ക കൃത്യമായി സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അർജുൻ്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, നേരത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾ പറയുന്നു ആർമി വരണം, മിലിറ്ററി വരണം എന്ന് പറയുന്നു. തന്നെയുമല്ല, ഈ ആർമിയിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ വ്യക്തിപരമായ കോളുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, ഞങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നത് അവരുടെ ഫോണിലുണ്ട്. അവരതിപ്പോൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി എന്തെങ്കിലും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അടുത്ത നീക്കമെന്ത്? നിസ്സഹായ അവസ്ഥയിലുള്ള കുടുംബത്തിൻ്റെ നീക്കമെന്തെന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും എന്താണ് അവർ പറയുന്നത് ഇപ്പോൾ? വിജയകുമാർ, കുടുംബം അവർക്ക് സാധ്യമാവുന്നതൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അതിന് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള മറ്റ് ഇടപെടലുകൾ, അതാണ് നിലവിൽ ആവശ്യം. ആർമിയെ വിളിക്കുക, സൈന്യത്തെ ഈ രക്ഷാദൗത്യം ഏൽപ്പിക്കുക, ആ ആവശ്യം അവർ ആവർത്തിക്കുകയാണ്. അവർ നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതുമാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബത്തെ ആർമിയുടെ ഉദ്യോഗസ്ഥർ, പല ഉദ്യോഗസ്ഥരും നേരിട്ട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ച് അവർ തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രക്ഷാദൗത്യമാണിത് എന്ന് ആർമിയുടെ പല ഉദ്യോഗസ്ഥരും വിളിച്ച് തങ്ങളോട് പറയുന്നുണ്ട് എന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറയുന്നു. പക്ഷെ അപ്പോഴും എന്താണ് ഈ ആർമിയെ വിളിക്കാൻ അവിടെ തടസ്സമായി നിൽക്കുന്നത്? രക്ഷാദൗത്യം ആർമിയെ ഏൽപ്പിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ന്യായമായ ചോദ്യമാണ് അഞ്ജു ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഇത്രയും ദിവസം, 5ഓളം ദിവസമായി അർജുൻ ആ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ യാതൊരു രീതിയിലുള്ള ഒരു ശുഭസൂചകമായ ഒരു വാർത്തയും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബത്തെ ഏറ്റവും അധികം വിഷമത്തിലാക്കുന്നത്. ആ ഒരു സങ്കടം അത് നമുക്ക് നമ്മൾ ഈ ബൈറ്റ് എടുക്കാൻ, അവരുടെ പ്രതികരണം എടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാനായി സാധിക്കുന്നുണ്ട്. കാരണം വളരെ പ്രതീക്ഷ, ഇന്നലെ ഈ ഒരു രക്ഷാദൗത്യം ആരംഭിച്ച ആ ഒരു ഘട്ടത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് രാത്രി ഏതാണ്ട് 8:30 മണിയാവുമ്പോഴേക്ക് ഈ രക്ഷാദൗത്യം അവസാനിക്കുന്നു. അവരതിൽ വളരെ അവരുടെ ആ ഒരു വിഷമം അവരത് ഇന്ന് രാവിലെ ഇന്ന് ഉച്ച കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ ആ ഒരു വിഷമം പ്രകടിപ്പിച്ചതാണ്. കാരണം ഒരു മനുഷ്യജീവൻ ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെയാണ് 8:30 മണിക്ക് ഒരു രക്ഷാപ്രവർത്തനം അവിടെ അവസാനിപ്പിക്കാൻ കഴിയുക എന്നുള്ള അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നും അവർ പറഞ്ഞത് അർജുനെ കണ്ടെത്തുന്നതുവരെ, അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്നതുവരെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രതികൂല കാലാവസ്ഥകളെ കുറിച്ച്, പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങളെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് അവിടേക്ക് വരാത്തത്? സൈന്യത്തെ, ആർമിയെ ഈ രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കുക, അത് തന്നെയാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന കാര്യം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. പക്ഷെ എവിടെയാണ് അതിനൊരു തടസ്സമുള്ളത്? ഈ ആർമിയിലേക്ക് എത്താൻ, ആ ഒരു കോൾ ആർമിക്ക് എത്താൻ എന്താണ് തടസ്സം എന്ന ചോദ്യം, ആ ചോദ്യം ന്യായമാണ്. അത് തന്നെയാണ് അഭിജിത്ത്, വളരെ ന്യായമാണ് അവരുടെ ആവശ്യം. അവർ ചോദിക്കുന്നത് 5 ദിവസം കഴിഞ്ഞു, ഇനി പ്രതീക്ഷയില്ല, ഞങ്ങളുടെ മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല, ഫോഴ്സ് റെഡി ആയിട്ടും ആരാണ് വിളിക്കാൻ തടസ്സമാകുന്നത്? ഞങ്ങളുടെ ആവശ്യം ഇത് ഒരിക്കൽ കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്. അവരുടെ പ്രശ്നത്തിന് ഇനി എവിടെയാണ് പരിഹാരം ഉണ്ടാകുക എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ ഇതേ തലത്തിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉണ്ടാകുമോ? സൈന്യത്തിൻ്റെ സേവനം സർക്കാർ തേടുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ്റെ വീട്ടിൽ നിന്ന്.